വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന ശല്യം കൂടിവരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. വ്യാപകമായ കൃഷിനാശമുണ്ടാക്കിയ ആന ജനങ്ങൾക്ക് നേരെയും പാഞ്ഞെടുത്തു. വയനാട് പുൽപ്പള്ളി ചെറുവള്ളിയിൽ കാട്ടാന ശല്യം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ചെറുവള്ളി കുഞ്ഞന്റെ 1.5 ഏക്കറിലെ 4 തെങ്ങുകളും 40 പൂവൻ വാഴകളും മാവ്, കാപ്പി തുടങ്ങിയ വിളകളും നശിപ്പിച്ചു. മണിക്കൂറുകളോളം ആന പ്രദേശത്ത് തമ്പടിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. വൻതോതിലുള്ള കൃഷിനാശം ഉണ്ടാക്കിയത് മാത്രമല്ല, ചെറുവള്ളി രാജന്റെ വീട്ടുമുറ്റത്തെത്തിയ ആന തൊഴുത്ത് തകർത്തു. വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗവും മറിച്ചിട്ടു. തൊട്ടടുത്ത് താമസിക്കുന്ന വിജയനും കുടുംബവും ആനയെ ഓടിക്കാനായി ശബ്ദമുണ്ടാക്കിയപ്പോൾ അവർക്ക് നേരെ ആന പാഞ്ഞെടുത്തു. കുട്ടപ്പന്റെ വീട്ടിലെ മുറ്റത്തുണ്ടായിരുന്ന മാലിന്യ ടാങ്ക് ചവിട്ടിപ്പൊട്ടിച്ചു. ചെറുവള്ളി വിജയന്റെ കൃഷിയും നശിപ്പിച്ചു. 3 വീട്ടുകാരൻ ആളുകൾ ഇങ്ങനെ ടോർച്ചടിച്ച് പുറത്തിറക്കുമ്പോഴത്തേക്ക് മുറ്റത്തേക്കാണ് കയറുന്നത്. ചീറ്റിക്കൊണ്ട് കയറുന്നത്. അങ്ങനെ വാലടിച്ച് രക്ഷപ്പെടുമ്പോൾ പിന്നെ വേറൊരു വീട്ടിൽ കയറി. അവർ എൻ്റെ അന്യൻ്റെ വീട് തന്നെയാണ്. അവരിങ്ങനെ ടോർച്ചടിച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ഇത് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഉടനെ വീട്ടിൽ കയറി അവൻ്റെ ഗേറ്റിൽ പിടിച്ച് ഓടിക്കാൻ നോക്കി. അതിനുശേഷം വേറെ അന്യൻ്റെ വീട്ടിൽ മുറ്റത്ത് കയറി തൊട്ടപ്പുറത്ത് തന്നെ. അതവർ ടോർച്ചടിച്ച് പെട്ടെന്ന് വെട്ടം കാണുമ്പം മുറ്റത്തേക്ക് ഓടി വരിക. അവിടെ ഒരു 5-10 മിനിറ്റ് നിൽക്കുക, ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പിന്നെ കടന്നു പോവുക. വേലിയമ്പം മൂഴിമല ഭാഗത്തേക്ക് തൂക്കുവേലി നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള വേലി നീക്കം ചെയ്തതാണ് ആനയിറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മരക്കാവ്, മൂഴിമല പ്രദേശങ്ങളിൽ ആനയിറങ്ങിയിരുന്നു. മൂഴിമലയിലും കാർഷിക വിളകൾ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. പുൽപ്പള്ളി ചെറുവള്ളിയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി വ്യാപകമായി നശിപ്പിക്കുകയാണ്. കർഷകനിത് അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയരുകയാണ്. പുൽപ്പള്ളിയിൽ നിന്നും ക്യാമറാമാൻ അനീഷിനൊപ്പം PV ജോഷില.